ഏഷ്യയിലെ വിവിധ റേഡിയോ നിലയങ്ങളിലൂടെ പ്രിൻസ് ഓഫ് പീസ് എന്ന പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കപ്പെട്ട അന്ത്യകാല ലക്ഷണങ്ങളും ബൈബിൾ പ്രവചനങ്ങളും എന്ന വിഷയത്തിന്റെ ചോദ്യോത്തര പ്രക്ഷേപണ പരിപാടികളാണ് നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾ കേൾക്കുന്നത് www.divinevoiceofchrist.org/ഇന്റർനെറ്റ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോ മാധ്യമത്തിലൂടെയാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. തുടർന്ന് ഈ പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ നമ്പറുകൾ ദയവായി ശ്രദ്ധിക്കുക. 9494141499 9495446029. ആയിരത്തി 1814 തോമസ് മൂർ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ എഴുത്തിൽ ഒരു സ്വർഗത്തെ അദ്ദേഹം വിഭാവന ചെയ്തു. അതുപോലെ പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിനകത്തെയും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. അറേബ്യൻ ലീഗൻസ് കഥകളിൽ ഇങ്ങനെയുള്ള ഒരു നാടിനെ കുറിച്ച് അവർ സ്വപ്നം കണ്ടതായിട്ട് വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എല്ലാം മനസ്സിൽ യുദ്ധമില്ലാതെ സമത്വസുന്ദരമായ ഒരു ലോകം അവർ സ്വപ്നം കണ്ടു. എന്നാൽ വിശുദ്ധ വേദപുസ്തകവും പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയുടെ കീഴിൽ സർവ്വലോകവും കടന്നു വരുമെന്ന്. ഓഹോ, അങ്ങനെയുണ്ടെങ്കിൽ ആ പ്രവചനത്തെ കുറിച്ച് ഒന്ന് വായിച്ചു കേൾപ്പിക്കാവോ? വചനം തിരുവചനം ദൈവവചനം നിത്യവചനം. നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന വിഷയങ്ങൾ: വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഏകലോക ഗവൺമെന്റ്, ഏകലോക നേതാവായ എതിർ ക്രിസ്തു. രണ്ടു പതിറ്റാണ്ടുകൾ റേഡിയോ പ്രഭാഷണത്തിലൂടെ ഏഷ്യൻ കേൾവിക്കാർക്ക് സുപരിചിതനായ ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ പുതുപ്പള്ളി, ബ്രദർ ജോൺ പി തോമസുമായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയുടെ പ്രക്ഷേപണ തുടർച്ച. ഈ റഷ്യയുടെ പതനം, തകർച്ച, അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. എന്നാൽ ഈ റഷ്യയുടെ പരാജയം, റഷ്യയുടെ സൈനിക ശക്തി ഇപ്പോൾ ഒരർത്ഥത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ആ തകർച്ച ആഗോളതലത്തിൽ എന്തെങ്കിലും ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ച് ബൈബിൾ പ്രവചനവുമായിട്ട് കൂട്ടിയിണക്കാൻ എന്തെങ്കിലും സൂചനകളുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. വളരെ താല്പര്യമുള്ളതും രസകരമായതുമായ ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. റഷ്യയിലെ കമ്മ്യൂണിസത്തിന്റെ തകർച്ച ആഗോളപരമായി അതിനെന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായി ബൈബിൾ പ്രവചനത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിപ്പാനായിട്ട് ഒരു പ്രധാന കാര്യമുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരുന്നു ഒരു ഏകലോക ഗവൺമെന്റ് ഉണ്ടാകുമെന്ന്. ഏകലോക ഗവൺമെന്റിനെ കുറിച്ചുള്ള ബൈബിൾ പ്രവചനം ഉണ്ടായിരുന്നു. ഒപ്പം ഏകലോക ഗവൺമെന്റും ഈ കമ്മ്യൂണിസത്തിന്റെ തകർച്ചയുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചേക്കാം. ഞാൻ ഒരു നിമിഷം കൊണ്ട് അതൊന്ന് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. അതായത്, ഒന്നാം ലോകയുദ്ധവും രണ്ടാം ലോകയുദ്ധവും കഴിഞ്ഞ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ മറ്റൊരു യുദ്ധം കൂടെ കഴിഞ്ഞുപോയി. നമ്മൾ സാധാരണ പറയുന്ന ഒരു പദമുണ്ട്, കോൾഡ് വാർ, ശീതയുദ്ധം. നമ്മള് ശീതയുദ്ധം അവസാനിച്ചിട്ട് ജീവിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ. അതെ, തീർച്ചയായിട്ടും. 1990 ആരംഭങ്ങളിൽ ഈ ശീതയുദ്ധത്തിനൊരു അറുതി കുറിച്ചു. രണ്ടാം ലോകയുദ്ധം കഴിഞ്ഞ് ഏതാണ്ട് 45 വർഷം ലോക രാഷ്ട്രീയ മണ്ഡലത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു പ്രതിഭാസമായിരുന്നു ശീതയുദ്ധം. അതായത് അമേരിക്കയുടെ കൂടെയുള്ള രാഷ്ട്രങ്ങളും റഷ്യയുടെ കൂടെയുള്ള രാഷ്ട്രങ്ങളും എന്ത് ചെയ്യുന്നുവെന്ന് സംശയദൃഷ്ടിയാ പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. ലോകം മുഴുവനും രണ്ട് ചേരിയായി തിരിഞ്ഞുപോയി. രണ്ട് ചേരി. ഒരു ഭാഗത്ത് വാർസോ പാക്റ്റും ഒരു ഭാഗത്ത് നാറ്റോ ഓർഗനൈസേഷനും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് വ്യവസ്ഥിതികളുടെ ഒരു പൊരുത്തമില്ലായ്മയും സംശയവും പരസ്പരമുള്ള ഒരു ആക്രമണത്തിന്റെ മനോഭാവമായിരുന്നു ഈ ശീതയുദ്ധത്തിന്റെ അടിത്തറ. ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും പരസ്പരം വൈരാഗ്യത്തോടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. നോക്കിക്കൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് റഷ്യ ലോകത്തെ മുഴുവൻ കമ്മ്യൂണിസം കൊണ്ട് നിറയ്ക്കും എന്ന് വീമ്പിളക്കിയപ്പോൾ അതിനെ എതിർക്കുവാനായിട്ട് അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ആയുധങ്ങൾ അവർ പടുത്തുയർത്തി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ റഷ്യ ലോകത്തെ ഒരു സൂചിമുനയിൽ നിർത്തി. ലോകം ഭയപ്പെട്ടിരുന്നു കമ്മ്യൂണിസ്റ്റ് റഷ്യയെ. എന്നാൽ 1990 ആരംഭഘട്ടത്തിൽ ഈ ശീതയുദ്ധം അവസാനിച്ചു.
അമേരിക്കയുടെ സമ്മർദ്ദവും അവരുടെ സാമ്പത്തിക തകർച്ചയും ഗോർബച്ചോവിന്റെ വരവും പല പല കാരണങ്ങളാൽ ശീതയുദ്ധത്തിന് അറുതി കുറിച്ചപ്പോൾ രണ്ട് ചേരിവിൽ നിന്ന രാഷ്ട്രങ്ങൾ ഒന്നിക്കുവാനായിട്ട് ഇടയായി മാറുക. ഒരാഗോളം എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗത്ത് നിന്നാൽ ആഗോളമാകില്ലല്ലോ. ഇല്ല, അങ്ങനെ വരത്തില്ല. ഇന്ന് ഗോർബച്ചോവ് എന്ന് പറയുന്ന മനുഷ്യൻ, നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം, അദ്ദേഹം ഇന്നൊരു ഏകലോക ഗവൺമെന്റിന്റെ വക്താവായി മാറി. മിഖായേൽ ഗോർബച്ചോവ് അദ്ദേഹം ഇന്ന് ലോകത്തിൽ അറിയപ്പെട്ട വലിയൊരു സംഘടനയുടെ ഒരു പ്രവർത്തകനായി മാറി. അതായത് ഒരു ഏകലോക ഗവൺമെന്റിന്റെ വേണ്ടി ദ സ്റ്റേറ്റ് ഓഫ് വേൾഡ് ഫോറം എന്ന് പറയുന്ന ഒരു ന്യൂ സിവിലൈസേഷൻ, ഒരു പുതിയ ഒരു സംസ്കാരത്തിന്റെ ആരംഭം കുറിക്കുവാൻ ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു. 1995 സെപ്റ്റംബർ 20 തൊട്ട് ഒക്ടോബർ 1 വരെ മിഖായേൽ ഗോർബച്ചോവിന്റെ നേതൃത്വത്തിൽ ലോകത്തിലുള്ള വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെ സാൻ ഫ്രാൻസിസ്കോയിൽ വിളിച്ചു വരുത്തി ഒരു ആഗോള ഗവൺമെന്റിന് വേണ്ടിയുള്ള ആക്കം കുറിക്കുവാൻ ചില മീറ്റിംഗുകൾ അവിടെ നടത്തി. അദ്ദേഹം അതിന്റെ പ്രധാനപ്പെട്ട ഒരാളാണ്. അതിന്റെ പ്രസിഡന്റിന്റെ പേരാണ് ജിം ഗാരിസൺ. 1995 പ്രഖ്യാപിക്കുകയുണ്ടായി, അടുത്ത 20-30 വർഷത്തിനുള്ളിൽ ഒരു ഏകലോക ഗവൺമെന്റിൽ ചെന്ന് അവസാനിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെയാണെങ്കിൽ 1995 പറയുന്നത്, ഏതാണ്ട് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തില് അല്ലെങ്കിൽ അതിനോട് അടുത്ത് മുന്നോട്ട് വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു ഏകലോക ഗവൺമെന്റ് ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്, അവരുടെ കണക്കുകൾ അനുസരിച്ച്. അത് കമ്മ്യൂണിസത്തിന്റെ തകർച്ച അതിന് വളരെ ആക്കം കുറിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. ഇതിനോടനുബന്ധിച്ച് മറ്റേതെങ്കിലും നിലയിലുള്ളതായിരിക്കുന്ന പ്രാധാന്യം ഈ കാര്യങ്ങൾക്കുണ്ടോ? ഒരേകലോക ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിനോട് ബന്ധപ്പെട്ട് ബൈബിൾ പ്രവചനങ്ങൾ വല്ലതും ഉണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനുഷ്യന്റെ ഒക്കെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു സമത്വസുന്ദരമായ ഒരു ഏകലോക ഗവൺമെന്റ്. കമ്മ്യൂണിസത്തിന്റെ വാസ്തവത്തിൽ അടിത്തറ അതാണ്. കമ്മ്യൂണിസം വാഗ്ദത്തം ചെയ്തുകൊണ്ടിരുന്നതും അതായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഓണം, ആഘോഷമാണ്. ഓണത്തിന്റെ അടിത്തറയൊന്ന് എടുത്തു നോക്കിയേ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ. അവിടെയും ഒരു സമത്വത്തിന്റെ, പട്ടിണിയില്ല, എല്ലോളും പുളിയില്ല, കാപഠ്യമില്ല. അവിടെയും സമത്വസുന്ദരമായ ഒരു ലോകത്തെയാണ് ഈ ഓണത്തിൽ മനുഷ്യന്റെ ബുദ്ധിയിൽ ഉണ്ടായിരുന്ന ചിന്തകളാണ് അവിടെ പ്രതിഫലിച്ചത്. കമ്മ്യൂണിസത്തിൽ അത് പ്രതിഫലിച്ചു. 1514 തോമസ് മൂർ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ എഴുത്തിൽ ഒരു സ്വർഗത്തെ അദ്ദേഹം വിഭാവന ചെയ്തു. അതുപോലെ പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിനകത്തെയും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. അറേബ്യൻ ലീഗൻസ് കഥകളിൽ ഇങ്ങനെയുള്ള ഒരു നാടിനെ കുറിച്ച് അവർ സ്വപ്നം കണ്ടതായിട്ട് വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എല്ലാം മനസ്സിൽ യുദ്ധമില്ലാതെ സമത്വസുന്ദരമായ ഒരു ലോകം അവർ സ്വപ്നം കണ്ടു. നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ലോകത്തിൽ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ലോകത്തിൽ നമ്മുടെ പിറകിൽ ഏതാണ്ട് 13 അതിലധികമോ സംഘടനകൾ ഒരേകലോക ഗവൺമെന്റിന് വേണ്ടി വർത്തിക്കുന്നുണ്ട്. ലോകത്തിലുള്ള മനുഷ്യർക്ക് അധികം അത് അറിഞ്ഞുകൂടാ. സംഘടനകൾ ഉദാഹരണമായിട്ട് IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക്, UNO, കോമൺ മാർക്കറ്റ്, ഫെഡറൽ റിസർവ്, ഇലുമിനറ്റി, CFR, റൗണ്ട് ടേബിൾ, ഇങ്ങനെയുള്ള സംഘടനകളുടെ പിറകിലുള്ള ദൗത്യം അല്ലെങ്കിൽ ഉദ്ദേശം ലോകത്തെ ഒരു സമത്വസുന്ദരമായ ലോകത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഈ സംഘടനകളെല്ലാം കൂടെ ഒത്തൊരുമിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടിയാണ്. ഈ UN തന്നെ ഒരു ലക്ഷ്യമായിരുന്നു. 1980 ഹെൻറി കീസിംഗർ വിഭാവനം ചെയ്തത് ഈ UN ഈ ഫ്രെയിംവർക്കിനകത്ത് ഉള്ള ഒരു ലൂസായിട്ടുള്ള ഒരു ഏകലോക ഗവൺമെന്റ് 80കളിൽ കൊണ്ടുവരണമെന്ന് ഹെൻറി കീസിംഗർ, അമേരിക്കയുടെ ഫോറിൻ സെക്രട്ടറി ഹെൻറി കീസിംഗർ സ്വപ്നം കണ്ടിരുന്നു. അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയുണ്ടായി. അനേകർ ഇത് ആഗ്രഹിക്കുകയും അനേകർ ഇത് ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണെന്ന് ചരിത്രത്തിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നു. ഇന്നത്തെ സംഘടനകളുടെ, വലിയ അന്തർദേശീയ സംഘടനകളുടെ പുറകിലെ ചേതോവികാരം ഇതാണെന്ന് മനസ്സിലാകുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകവും പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയുടെ കീഴിൽ സർവ്വലോകവും കടന്നു വരുമെന്ന്. അങ്ങനെയുണ്ടെങ്കിൽ ആ പ്രവചനത്തെ കുറിച്ച് ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? എടുത്താട്ടെ, വെളിപ്പാട് പുസ്തകം 13 വേദപുസ്തകത്തിന്റെ ബൈബിളിലെ അവസാനത്തെ ഗ്രന്ഥമായ ബൈബിൾ പ്രവചനത്തിൽ അവസാനത്തെ ഗ്രന്ഥവുമായ വെളിപ്പാട് പുസ്തകം, അതിന്റെ 13 അധ്യായം എടുത്താട്ടെ, അതിന്റെ 7-ാം വാക്യം. എല്ലാ ഭാഗങ്ങളും ചിന്തിക്കാതെ ഒരു വാക്യം എടുത്ത് ആ ഭരണകർത്താവിന്റെ കീഴിൽ ആരൊക്കെ അമരുമെന്ന് നോക്കിയാട്ടെ. ഞാനത് വായിക്കട്ടെ. യെസ്. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. അടുത്ത ഭാഗം. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. കണ്ടോ, സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും അധികാരം കിട്ടുന്നു ഒരു രാഷ്ട്രീയ നേതാവിന്. ഈ 13-ാം അധ്യായം വെളിപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, നമ്മുടെ ഭാഷയിൽ നമ്മൾ അന്തിക്രിസ്തു എന്നൊക്കെ പറയാറുണ്ട്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. അത് ശരി, ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അധികാരം സർവ്വലോകത്തിന്റെ മേലുമാണ്. ഇതൊരു ഏകലോക ഗവൺമെന്റ് ആണ്. അങ്ങനെ അധികാരത്തിലേക്ക് താൻ ഉയർന്നു വരുമെന്ന് വളരെ വ്യക്തമായി ഇത് രേഖപ്പെടുത്തുമ്പോൾ
നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ ഹൃദയത്തിൽ അതിനുവേണ്ടി വാഞ്ചയുണ്ടായിരുന്നെങ്കിലും കമ്മ്യൂണിസത്തിന്റെ തകർച്ചയാണ്, 90കളിലെ കമ്മ്യൂണിസത്തിന്റെ തകർച്ചയാണ് രണ്ട് ചേരിവിൽ നിന്ന രാഷ്ട്രങ്ങൾ ഒന്നായി ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് ആരംഭിക്കുന്നത്. ഇതിന് വീണ്ടും ആക്കം കൂട്ടി നമ്മൾ ഇന്ന് കേൾക്കുന്ന WTO മുതലായ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ. WTO കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലേ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ലോകത്തിൽ ഇതിനു മുമ്പും ചില വ്യാപാര കരാറുകൾ ഒപ്പുവെച്ച സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. ഗാറ്റ് എന്ന് പറയുന്ന ജനറൽ അഗ്രിമെന്റ് ഓഫ് ട്രേഡ് ആൻഡ് ടാരിഫ് എന്ന് പറഞ്ഞ ഗാറ്റ് സംഘടന ഉണ്ടായിരുന്നു. ഗാറ്റ് സംഘടനയിൽ ഒപ്പുവെച്ചിട്ടാണ് ഈ വ്യാപാരങ്ങൾ പണ്ട് നടന്നത്. അതിനെ വാസ്തവത്തിൽ മാറ്റിക്കൊണ്ടാണ് WTO ഒപ്പുവെക്കുന്നത്. WTO എന്ന് പറയുമ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഈ WTOയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ലോക ഇതിന്റെ നിബന്ധനകൾക്ക് ഒപ്പുവെച്ച രാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സംഘടന ഇതിന്റെ പുറത്തുണ്ട്. ഓഹോ, അത് ശരി. അതാദ്യമായിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ ഈ ചരിത്രത്തിനെല്ലാം വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ടെന്നുള്ളതും ചരിത്രത്തിന്റെ ചുക്കാൻ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൈകളിലാണെന്നുമാണ് സാറ് വളരെ കൺവിക്ഷനോടുകൂടെ, ബോധ്യത്തോടുകൂടെ പറയുന്നതല്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നത്? You can see these messages in YouTube too. The address is John Sebastian and John P. Thomas channel. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ഇന്റർനെറ്റ് റേഡിയോയിൽ, അതായത് ഡിവൈൻ വോയിസ് ഓഫ് ക്രൈസ്റ്റ് .org/ഇന്റർനെറ്റ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. മറക്കാതെ ഈ പ്രോഗ്രാം അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ഇന്റർനെറ്റ് റേഡിയോയിൽ കേൾക്കുവാൻ നിങ്ങളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.